അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 28ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നാളെ 28ാമത്തെ നോമ്പ്, 28ാമത്തെ ദിനം. 27ാം രാവ് കഴിഞ്ഞു. ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് കിട്ടി, അതിൻ്റെ പുണ്യങ്ങൾക്ക് കിട്ടി, റമളാൻ തന്നെ തീർന്നു എന്ന് പല ആളുകളും കരുതുന്ന ഒരു സമയമാണ്. അങ്ങനെയൊന്നുമല്ല. അതിപ്രധാനപ്പെട്ട 28ാം രാവിലാണ് നമ്മളുള്ളത്. നാളെ 29ാം രാവാണ്. പിന്നെ അതിശ്രേഷ്ഠമായ സമയങ്ങളൊക്കെ, ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളൊക്കെ നമ്മളിലേക്ക് ഇതാ വരാനിരിക്കുന്നു. അങ്ങനെ ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒരു രാവുകളിൽ പെട്ടതാണ് റമളാനിൻ്റെ 28ാം രാവ്. അതുമാത്രമല്ല, ഈ വർഷത്തെ വിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും ഒടുവിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് കൂടിയാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് ദുആക്ക് ഇജാബത്തുള്ള അതിശ്രേഷ്ഠമായ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട വളരെ പുണ്യമുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ നമുക്ക് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യവും അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ തൗബ അധികരിപ്പിക്കണം. തൗബയുടെ വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തിഗ്ഫാർ പറയലാണ്. അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക് പറയലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ നമുക്ക് പല രൂപത്തിലും പറയാം. ആദ്യം നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള തരത്തിലുള്ള ഇസ്തിഗ്ഫാർ, അതിന് വലിയ നേട്ടമാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും തോറും നമുക്ക് അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് ആ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളിൽ മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും മാപ്പിനെ ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ് ആ ദിക്ർ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ മാപ്പ് തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. اللهم إنك عفو تحب العفو فاعف عني. 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 اللهم إنك عفو تحب العفو فاعف
فاعف عني اللهم إنك عفو تحب العفو 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 فاعف عني ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്. അതോടൊപ്പം തന്നെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേയെന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന ഒരു ദിക്റാണ്. അത് ദിക്റുമാണ്, അതൊരു ഇസ്തിഗ്ഫാറുമാണ്, തൗബയുടെ വചനവുമാണ്. എങ്ങനെയാണ് പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ذنب وأتوب إليك أستغفر الله العظيم من كل 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 ذنب وأتوب إليك
വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ എല്ലാ സമയത്തും ഒറ്റ രാവുകളിലും ഇരട്ട രാവുകളിലും മുഴുവൻ സമയങ്ങളിലും നമ്മൾ പറയേണ്ട 2 പ്രധാനപ്പെട്ട ദിക്റുണ്ട്. അതിലാദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൽ നിന്നും മോചനം കിട്ടാനും സ്വർഗപ്രവേശനം നമുക്ക് കിട്ടുവാനും നമ്മളോട് പറയാൻ പറഞ്ഞ ഒരു ദിക്റാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ഒരു ദിക്ർ, നരകത്തിൽ നിന്നും അല്ലാഹുവെ മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നരകമോചനവും സ്വർഗപ്രവേശനവും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി പറയുക. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ ഹംദ് പറഞ്ഞിട്ട് സ്തുതികൾ അർപ്പിച്ചിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹുവിലേക്ക് തേടുകയാണ്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആദ്യം ഒരുപാട് ഹംദ് പറയുക, എന്നിട്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുക. അതെങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് അത് ഈ രൂപത്തിലാണ്. എങ്ങനെയാ പറയേണ്ടത്? എല്ലാവരും ഒന്നിച്ചു പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ كل حال وأستغفر الله من كل ذنب. الحمد لله على كل حال وأستغفر الله من كل ذنب. الحمد لله على كل حال وأستغفر الله من كل ذنب. الحمد لله على كل حال أستغفر الله من كل ذنب. الحمد لله على كل حال وأستغفر الله من كل ذنب. الحمد لله على كل حال وأستغفر الله من كل ذنب. الحمد لله على كل حال
വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇനി നമ്മൾ പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ 4 വരി ബൈത്ത് പാടണമെന്നാണ് ഓരോ മുഅ്മിനായ ആളുകളോടും പറയുന്നത്. കാരണം ഇതൊരു തൗബയുടെ വാക്കാണ്, തൗബയുടെ ബൈത്താണ്, തൗബ ബൈത്താണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ പറയുകയും അള്ളാഹുവെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ, സ്വർഗത്തിൽ കടക്കാനുള്ള അമലൊന്നും ചെയ്തിട്ടില്ല, നരകത്തിൽ കടക്കാനോ ഞങ്ങൾക്ക് കഴിയുകയുമില്ല എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു 4 വരി ബൈത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചതൊന്ന് പാരായണം ചെയ്യാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي
فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സമയങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള സൂറത്തുൽ ഖദർ വളരെ ചെറിയൊരു സൂറത്താണ്. ആ സൂറത്ത് ഓതിയാലുള്ള പ്രതിഫലം നിരവധിയാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ അത് ഓതുന്നവന് ശഫാഅത്ത് നിൽക്കുമെന്നാണ്. മാത്രമല്ല ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ മരണസമയം വളരെ റാഹത്തിലും സന്തോഷത്തിലുമാകും. ഒരുപാട് പുണ്യങ്ങൾ കിട്ടും. മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ടു ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിപ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് പ്രാവശ്യം ആ സൂറത്തുൽ ഖദർ ഒന്ന് ഓതിയിട്ട് നമുക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പരിപാവനമായ ഈ ഒരു രാവിൽ നമ്മളെല്ലാവരും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. കാരണം എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് ആർക്കും ഉറപ്പായിട്ട് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ലൈലത്തുൽ ഖദർ ആണെന്ന് നമുക്ക് സംശയമുള്ള അല്ലെങ്കിൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ ഈ രാവിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പുണ്യം മുഴുവനും കിട്ടാൻ വേണ്ടി ഒരു ദിക്ർ എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹു തആല ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام بسم الله الرحمن الرحيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ذا الجلال والإكرام ഇനി പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യം മുതൽ അവസാന സമയം വരെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പറയുന്ന 2 കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. രണ്ടാമത്തെ 2 കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് പറയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിന النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله
അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇനി നമ്മളെല്ലാവരും എപ്പോഴും സ്വലാത്തെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് വരുന്ന സാധാരണ സ്വലാത്ത്, അത് തന്നെ വലിയ ശ്രേഷ്ഠതയാണ്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് നമ്മുടെ മക്കൾക്കൊക്കെ എപ്പോഴും പറയാൻ പറ്റിയ, ചൊല്ലാൻ എളുപ്പത്തിലുള്ള സ്വലാത്താണ്. വലിയ ശ്രേഷ്ഠതയാണ് ആ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞ ഒരു മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയും കൂടി ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله നമ്മളെല്ലാവരും ചൊല്ലിയ ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളിനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദരിമാരും ഉമ്മമാരും ഒക്കെ നേരിട്ട് പറഞ്ഞും ഫോണിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമൻറ്റായൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ദ്വാരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദ്വായിനെ, നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, ഒരുപാട് തെറ്റുപാടുകൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണേ അല്ലാഹ്. വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 3-ാമത്തെ 10-ലാണല്ലോ ഞങ്ങളുള്ളത്. അതിന്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഞങ്ങളിലൂടെ കടന്നു പോവുകയാണ്. റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ബറക്കത്തിലും ഖൈറിലും ആക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിശുദ്ധമായ റമദാനിൽ അതിന്റെ അവസാനത്തെ 10-ൽ ഞങ്ങൾ നരകമോചനം ചോദിക്കുകയാണ്. നരകത്തിൽ നിന്നും മോചനം തരണേ അല്ലാഹ്. സ്വർഗത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നീ സന്തോഷത്തോടുകൂടി കടന്നു പോവാനുള്ള തൗഫീഖിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രതികൂലമായി പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിൽ ദുആ ഇറക്കാൻ പറഞ്ഞ ഒരുപാട് സാധുക്കളായ ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ. റഹ്മാനെ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗികളാണ്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരാണ്, വീടുകളിൽ കഴിയുന്നവരാണ്. റഹ്മാനെ, സ്വന്തമായി മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും, അത് വൃത്തിയാക്കാൻ പോലും കഴിവില്ലാതെ റഹ്മാനെ കിടന്ന കിടപ്പിൽ ഒരുപാട് നാളുകളായി നരകയാതന സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ ഖൈർ എന്താണോ അത് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കി 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 അവസാനം ഈ വാപ്പ എന്താ മരിക്കാത്തത്, ഈ ഉമ്മ എന്താ മരിക്കാത്തതെന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ ഞങ്ങളെ ആരെയും നീ എത്തിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധത്തിൽ കിടപ്പിലായി പോകുന്ന അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്. മാരകവുമല്ലാത്തതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഇന്നത്തെ മജ്ലിസിൽ ആരെല്ലാം ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരെയും നീ കാക്കണേ അല്ലാഹ്. ഈ ആമീൻ പറയുന്ന പാവപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ നീ കാക്കണേ റഹ്മാനെ. കമന്റ് എഴുതുന്ന ഒരുപാട് സാധുക്കളായ ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങൾ, ഉമ്മമാര്, എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വന്തമായി വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ വാഹനമില്ലാത്തവരുണ്ട്, സ്വന്തമായി ഖൈറായ ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ഒരുപാട് ചെറുപ്പക്കാരികൾ ദ്വാരക്കാൻ പറഞ്ഞു. ഖൈറായ ഇണകളെ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികളായ ഒരുപാട് സഹോദരിമാര് ഞങ്ങളുടെ കുടുംബാദികളിലുണ്ട്. റബ്ബേ, അവർക്കെല്ലാവർക്കും നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആൺ പെൺ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മക്കൾ കാരണം കണ്ണീര് കുടിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇന്ന് മക്കളൊക്കെ കഞ്ചാവിന്റെ അടിമയാണ്, മറ്റു മോശത്തരത്തിന്റെ അടിമയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അത്തരത്തിലുള്ള എല്ലാ ദുശീലങ്ങളെ തൊട്ടും കാക്കണേ
അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാൻ 1 മുതൽ ഈ ദിവസം വരെ മുടങ്ങാതെ ഞങ്ങളുടെ ഈ മജ്ലിസ് കാണുന്ന, ഈ ദിക്റിന്റെ തസ്ബീഹിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുപ്പമാര്, ഞങ്ങളുടെയും അവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മാനസികമായ സാമ്പത്തികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള സമ്പത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നവരാണ്. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരുടെ സേവനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടങ്ങളിൽ നീ ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ള ഞങ്ങളുടെ മക്കൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ റഹ്മാനെ, എല്ലാവരുടെയും ജോലികളിൽ നീ സലാമത്തും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബി അവരുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഇന്നത്തെ മജ്ലിസിൽ ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു, എല്ലാവരെയും നീ ഏറ്റെടുത്തവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ദോഷികളായ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ. സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ മാപ്പ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, വലുതാക്കിയത് റഹ്മാനെ. ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. ഫലസ്തീനിലെ, ഗസയിലെ, അതുപോലെ ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് മുസ്ലിമീങ്ങൾ. നിന്റെ സഹായം നീ തടഞ്ഞു വെക്കല്ലേ അല്ലാ. നിന്റെ സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹിഫാദത്തിന്റെ മലക്കുകളെ കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തവരുണ്ട്. സുന്നത്ത് നിസ്കരിച്ചവര്, ഫർള് നിസ്കരിച്ചവര്, അതുപോലെ തന്നെ നോമ്പുകൾ ഒട്ടും മുടങ്ങാതെ പിടിച്ച ആളുകളുണ്ട്. ഒരുപാട് സക്കാത്ത് കൊടുത്തവര്, സ്വതക്ക് കൊടുത്തവര്, ഹദിയ കൊടുത്തവര് റഹ്മാനെ. നോമ്പ് തുറപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇഅ്തികാഫ് ഇരുന്നവര്, ഖുർആൻ ഓതിയവര്, അല്ലാഹുവേ നല്ലത് പറഞ്ഞവര്, നല്ലത് കേട്ടവര്, എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. നീ റമളാനിന് അനുകൂലമാക്കണേ അല്ലാ. പ്രതികൂലമാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റമളാനിൽ ഞങ്ങൾ പരസ്പരം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ നീ നിലനിർത്തി തരണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇണക്കം തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി. എന്തിനെ? തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാൻ. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്,
അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ വുളു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട, ഈ വീഡിയോ കണ്ടു നോക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.